ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ നമ്മുടെ ചലഞ്ചിൻ്റെ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ചലഞ്ചിൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നത് കുട്ടികളുടെ ഒരു ഡ്രസ്സാണ്. കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്ക് ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ കോട്ട ഫാബ്രിക്കിലുള്ള ഒരു 3 മീറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2.5 മീറ്റർ ആണെങ്കിലും പ്രശ്നമില്ല. 2.5 മീറ്ററോ അല്ലെങ്കിൽ 3 മീറ്ററോ കോട്ട ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ള 2.5 മീറ്റർ ലൈനിങ്ങും ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ, നമ്മൾ എന്താണോ ഈ സമയത്ത് ട്രെൻഡിങ് അതനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ തയ്ക്കുന്ന ഡ്രസ്സിൻ്റെ പാറ്റേൺസും ഫാബ്രിക്കും ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സും കട്ടിങ്ങും എന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാനിതാ 4 ഫോൾഡായിട്ട് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഫുള്ള് ലെങ്ത്തിൽ 4 ഫോൾഡാക്കി നമ്മൾ നോർമലി ഫോൾഡ് ചെയ്യുന്ന പോലെ 4 മടക്കാക്കി ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ലൈനിങ് ഫാബ്രിക് മടക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലൈനിങ് ഫാബ്രിക്കിൻ്റെ ആണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 32.5 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് ഇതൊരു 7 to 8 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിയുടെ മെഷർമെൻറ്റ്സ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മളിവിടെ ഷോൾഡർ 7 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. താഴത്തേക്ക് നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 7.5 ഇഞ്ചസും നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യാനുള്ളത്. അതിന് ബാക്കും ഫ്രണ്ടും സെയിം ആയിട്ടുള്ള നെക്കാണ് ഇവിടെ എടുക്കുന്നത്. അതായത് ഒരു 3 ഇഞ്ചസ് വിഡ്ത്തും അതേപോലെ തന്നെ 3 ഇഞ്ചസ് ഇറക്കവുമുള്ള ഒരു നെക്കാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കും ഫ്രണ്ടും സെയിം തന്നെയാണ് ചെയ്യുന്നത്. ഇറക്കമൊന്നും ഫ്രണ്ടിൽ കൂട്ടുന്നില്ല. സെയിം ബാക്കും ഫ്രണ്ടും സെയിം നെക്കാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. കാരണം നമ്മൾ അതിൽ പ്ലീറ്റഡ് നെക്ക് പോലെ ഒരു ഡിസൈൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ബോക്സിൻ്റെ കോർണറിൽ നിന്ന് 1.5 ഇഞ്ചസ് മുകളിലേക്കും സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാവുന്നതാണ്. ഇതിന് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് കാണിക്കാം. നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അതുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് വച്ചേക്കുന്ന ആ 2 സൈഡിലേക്കും നമ്മൾ മാർക്ക് ചെയ്ത ആ 1.5 ഇഞ്ച് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോഴും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു റൗണ്ട് നെക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഷോൾഡർ സ്ലോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു 1/2 ഇഞ്ചസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 1/4 ഇഞ്ചാണ് ഇതിൽ ഷോൾഡർ സ്ലോപ്പായിട്ട് കൊടുക്കുന്നത്. കാരണം കുട്ടികളുടെ ഡ്രസ്സായതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കുറച്ചാണ് കൊടുക്കുന്നത്. ഒരു 1/4 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യുന്നതാണ്. ആം ഹോളായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു 8 ഇഞ്ചാണ് നമ്മൾ ആം ഹോളായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്നും ആ ഒരു 8 ഇഞ്ചിലേക്ക് നമ്മളൊരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു 9.5 ഇഞ്ച് നമ്മൾ ചെസ്റ്റും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചെസ്റ്റ് ലൈനാണ് നമ്മളിപ്പോൾ വരച്ചത്. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ആം ഹോളും ചെസ്റ്റ് പോയിൻറ്റും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് കർവ് ചെയ്തിട്ട് നമ്മുടെ ആം ഹോള് വരച്ചെടുത്താൽ മതി. ഇതിൽ നമുക്ക് നമ്മുടെ ആം ഹോൾ കർവ് അല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്തും കൂടി എടുക്കാവുന്നതാണ്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഇത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കഴിഞ്ഞതിലൊക്കെ ഞാൻ കുർത്തീസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പാറ്റേൺസ് കിട്ടും എന്നുള്ളത്. ആ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികളുടേതും കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത് ഫ്രഞ്ച് കർവാണ്. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന നമ്മുടെ ചെസ്റ്റ് പോയിന്റിൽ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തെടുത്ത ആ ഒരു 1 ഇഞ്ച് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഏരിയ ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ആ ഒരു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റിൽ വരെയാണ് നമ്മൾ ആം ഹോള് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ കട്ടിംഗ് ഒക്കെ കുറച്ച് സ്പീഡാക്കി കിട്ടുന്നുണ്ട്, കാരണം ഭയങ്കര ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ നല്ല ലെങ്ത് ആയി പോയതുകൊണ്ട് ഈ കട്ടിങ് ഏരിയ മാത്രം ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോർമലിൽ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ഷോൾഡർ സ്ലോപ്പും നെക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഫ്രണ്ടും ബാക്കും സെയിം ആയതുകൊണ്ട് ഒരുമിച്ച് വെച്ച് തന്നെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റ് വരെയാണ് നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്പീഡൊന്നും കൂട്ടാതെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണോ വേണ്ടത്, അല്ല സ്പീഡ് കൂട്ടിയിട്ട് ടൈം കുറച്ചിട്ട് ചെയ്താൽ മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ, ഞാൻ എല്ലാത്തിലും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ലൈനിങ് പോർഷൻ്റെ ബാക്കിയുണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു മാർക്കിങ് ഫുള്ള് ലെങ്ത്തിലേക്ക്, അതായത് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു 8 ഇഞ്ചിൽ ഫുള്ള് ലെങ്ത്തിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. ഫുൾ ലെങ്ത് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു യോക്ക് പോർഷൻ നമ്മുടെ സ്കേർട്ട് പോർഷനായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് അതിലേക്കുള്ള ആം ഹോളും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ കാണിക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോർഷൻ അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നല്ല പോലെ പ്ലീറ്റ്സ് കൊടുത്ത്, അതായത് ഞൊറിവ് കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ ഇതിൽ മാർക്ക് ചെയ്തിട്ടാണ് ആം ഹോൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്രയും ഞൊറിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഡ്ത്തിൽ നിന്ന്, വീതിയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഫുള്ള് വിഡ്ത്ത് തന്നെ ഇതിനെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ചേർത്ത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ ഫ്രഞ്ച് കർവ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷെയ്പ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. സ്കേർട്ട് പോർഷനിലേക്കുള്ള ഷെയ്പ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ഇറക്കിയ ആ ഒരു 1 ഇഞ്ചിലേക്ക് ആ ഒരു കർവ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ലൈനിങ് പോർഷൻ്റെ കട്ടിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് ഫാബ്രിക് ഉപയോഗിച്ചിട്ട് മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 മടക്കി വച്ചേക്കുന്ന മെയിൻ ഫാബ്രിക്കിലേക്ക് ലൈനിങ് ചേർത്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും കട്ട് ചെയ്യാറുള്ളത് പോലെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ആം ഹോളും നെക്കും കട്ട് ചെയ്യാറില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ നമ്മൾ അത് കട്ട് ചെയ്യാറില്ല. ഒരു സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ മെയിൻ ഫാബ്രിക്കും 4 ഫോൾഡാക്കി എടുത്തിട്ട് ആ ഒരു നമ്മൾ
കുഴിച്ച് വെട്ടിയ ആ ഒരു ഏരിയ മാത്രം ഇതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്കേർട്ട് പോർഷനിലേക്ക് ഉള്ള ആ ഒരു ചെറിയൊരു കർവ് നമ്മൾ 1 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്തത് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് പോർഷനും 2 പീസ് യോക്ക് പോർഷനും അതേപോലെ തന്നെ സ്കേർട്ട് പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 7 to 8 ഇയേഴ്സിൻ്റെ മെഷർമെൻ്റ് ആണ്. 25 ഇഞ്ചസ് ലൈനിങ്ങിൻ്റെ ഇറക്കവും 26.5 നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത്തും നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ചെറിയൊരു ബട്ടർഫ്ലൈ സ്ലീവാണ് ഇതിന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാബ്രിക്ക് നമ്മുടെ അംബ്രല്ല സ്കേർട്ടൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ബട്ടർഫ്ലൈ സ്ലീവ് കട്ട് ചെയ്യുന്നത്. നമ്മളിതാ ഫാബ്രിക്ക് ആദ്യം 4 ഫോൾഡായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് കോണോട് കോണ് ഒന്ന് മടക്കിയെടുക്കുക. ആദ്യം 4 ഫോൾഡായിട്ട് നമ്മൾ മടക്കിയെടുക്കണം ഫാബ്രിക്കിനെ. എന്നിട്ട് ആ ഒരു കോർണർ ടു കോർണർ, അതായത് കോണോട് കോണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിനെ മടക്കിയെടുക്കണം. എന്നിട്ട് ഫുള്ള് ക്ലോസ് ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ യോക്ക് പോർഷൻ, അതായത് സ്ലീവാണ് നമുക്ക് വേണ്ടത്. ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് ഈ ഒരു ഏരിയ ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ ഫുള്ള് സ്ലീവിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. ആ ഒരു പകുതി ഏരിയയിൽ മാത്രമേ നമ്മൾ ലെങ്ത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഫുള്ള് ക്ലോസ് ആയിട്ടുള്ള സൈഡിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോർണറിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് താഴത്തേക്ക് ഒരു 6 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. കോർണറിൽ നിന്ന് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതും ഇതേപോലെ ഒന്ന് കർവാക്കിയിട്ട് വരച്ചു കൊടുക്കുക. ചെറുതായിട്ട് കൈകൊണ്ട് വരച്ചെടുത്താലും മതി. ഇതേപോലെ ഒന്ന് കർവാക്കി വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ചസൊക്കെ കൊടുക്കാവുന്നതാണ്. ഫുള്ള് ക്ലോസ് ചെയ്ത് സൈഡിൽ നിന്ന് വേണം കേട്ടോ നിങ്ങൾ ആ ഒരു ഫുള്ള് മാർക്കിങ്ങും കട്ടിങ്ങും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 പീസായിട്ടായിരിക്കും കിട്ടുക. നമുക്ക് ശരിക്കും ഇതൊരു 2 പീസായിട്ടാണ് കിട്ടേണ്ടത്. അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത് മാർക്ക് ചെയ്യുമ്പോൾ സൈഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും പീസസ്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു ഏരിയ ശ്രദ്ധിക്കുക. നമുക്ക് 2 പീസസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബട്ടർഫ്ലൈ സ്ലീവിനുള്ള 2 പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോസിൽ ഞാൻ ആർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് നല്ല പോലെ വർക്കൊക്കെ കിട്ടുക, നല്ല ഇൻകം കിട്ടുക, വരുമാനം കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് കാരണം നമുക്ക് ഈ ഒരു ഫീൽഡേ വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാറില്ലേ? അതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്